ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബാംഗ്ലൂരിൽ പോയിരിക്കുന്നു. ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന്റെ വീട് പരിശോധിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയില്ല. എന്നാൽ പിന്നീട് വരുന്ന വാർത്ത, അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി ഒരു ഗോവർദ്ധന് കൊടുത്ത 476 ഗ്രാം സ്വർണം കണ്ടെടുത്തു എന്നാണ്. ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജുവലറി റെയ്ഡ് നടത്തി 476 സ്വർണ്ണക്കട്ടി കണ്ടെടുത്തു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എത്രമാത്രം അത് വിശ്വസിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. 2019 പോറ്റി ഇത് അടിച്ചുകൊണ്ട് പോകുന്നത്. 2020 സ്മാർട്ട് ക്രിയേഷൻസ് ഇത് ഉരുക്കി ഈ 476 ഗ്രാം സ്വർണം കൊടുത്തു എന്നാണ് പറയുന്നത്. 476 സ്വർണം കുറഞ്ഞു എന്ന കണക്കാണ് ഇതുവരെ പുറത്തു വന്നത്. ആ 476 ഗ്രാം കൊടുത്തു എന്ന് പറയുന്നു, ആ 476 ഗ്രാം കണ്ടെടുത്തു എന്ന് പറഞ്ഞു. ഇതിൽ ഒരു ഉഡായിപ്പുണ്ട്, തട്ടിപ്പുണ്ട്. ഇത് അയ്യപ്പന്റെ സ്വർണ്ണമാണെന്ന് ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല. അയ്യപ്പന്റെ സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക മൂല്യമുള്ളത് കൊണ്ട് സൂക്ഷിച്ചു വെച്ചെന്ന് പറയാം. അല്ല എന്നാണ് പറയുന്നത്. ഗോവർദ്ധനൊക്കെ മാപ്പ് സാക്ഷിയാകാൻ പോവുകയാണ്. ഗോവർദ്ധൻ പറയുന്നത്, ഞാൻ വലിയ ഭക്തനാണ്, ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് 300 ഗ്രാമിലധികം, അതുകൊണ്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, എന്നെ ഇതിൽ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഗോവർദ്ധനെ മാപ്പ് സാക്ഷിയാക്കുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ 476 ഗ്രാം സ്വർണം ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഒരുക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോയി ഗോവർദ്ധന് കൊടുക്കുകയും ചെയ്യുമ്പോൾ അതവിടെ സൂക്ഷ്മമായി ഈ 5 വർഷം സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പിന്നെ എന്തിനാണ് ഇത് ഒരുക്കി കൊണ്ടുപോയത്? ഇതൊരു ഉഡായിപ്പാണ്. ഇതിൽ അന്വേഷണ സംഘത്തിന് പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ഒത്തുതീർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ബാംഗ്ലൂരിലെ ഒരു വലിയ ജുവലറിക്ക് ഈ ഇടപാടുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ജുവലറിയിൽ കയറാനോ ആ ജുവലറി ഉടമകളോടോ അതുമായി ബന്ധപ്പെട്ടവരുടെ ചോദ്യം ചോദിക്കാനോ അന്വേഷണ സംഘത്തിന് ധൈര്യമില്ല എന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടാവുന്നത്. ഈ 476 ഗ്രാം സ്വർണം ഉരുക്കിയെടുത്ത് ഈ അന്വേഷണ സംഘം 5 കൊല്ലത്തിന് ശേഷം വരും, അപ്പോൾ തൊണ്ടി മുതലായി കൊടുക്കണമെന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിശ്വസിക്കാൻ പ്രയാസമാണ്.